സ്വസ്ഥരായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. CPM-ന്റെ യുവ വനിതാ നേതാവാണ് നമുക്കൊപ്പം ഉള്ളത്, ചിന്ത ജെറോ. ആളെ കിട്ടിപ്പോയി മതി. ഇവിടെ ചങ്ങമ്പുഴയുടെ വാഴക്കുല പോലെയുള്ള കവിതകൾ അത്യധികം പുരോഗമനപരമായിരുന്നു എന്നൊരു വാചകം പറഞ്ഞു പോവുകയാണ്. നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട, നേരെ കാര്യത്തിലോട്ട് വാ. അതിൽ പക്ഷേ ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്നതിന് പകരം വൈലോപ്പള്ളി എന്നായി പോയി എന്നുള്ളതാണ് അതിനകത്ത് വന്ന പിഴവ്. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇത് പ്രബന്ധം പൂർത്തിയാക്കപ്പെടുന്നു, അത് കഴിഞ്ഞ് ഗൈഡ് ഇത് സമഗ്രമായി വായിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാർക്ക് ഞാനിത് അയച്ചു കൊടുത്തു. പ്രൂഫ് റീഡിങ്ങിന് വേണ്ടിയുള്ള വിവിധ ഘട്ടങ്ങളിലേക്ക് പോയി. അപ്പോൾ അവിടെയൊന്നും നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽ പെടാത്ത തരത്തിൽ ഇങ്ങനെ ഒരു നോട്ടപ്പിശക് ഉണ്ടായിട്ടുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നമ്മളിപ്പോൾ ഇത്രയും നീണ്ട ഒരു തീസിസ് എഴുതുമ്പോൾ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ചില ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറേഴ്സ് ഒക്കെ ഉണ്ടാകും. കുട്ടിക്കാലം തൊട്ടേ ഞാൻ പ്രസംഗ മത്സര വേദികളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയുന്നതാണ്, എന്നെ പപ്പ ഈ കവിത നന്നായി പറഞ്ഞു തരികയും ആ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇത് ആ പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ചുമ്മാ സത്യം. വാഴക്കുലയെ കുറിച്ച് ഞാൻ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ. ചിന്ത ഒരു പക്ഷേ 25,000 രൂപയ്ക്ക് ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നെങ്കിൽ ഈ തരത്തിൽ വിമർശിക്കപ്പെടില്ലായിരുന്നു. നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഒരു ഡയലക്റ്റിക്സ് ഉണ്ടല്ലോ. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ട് ചിന്ത കത്തെഴുതിയിട്ടുണ്ട്. പക്ഷെ ചിന്ത ആദ്യം പറഞ്ഞത് കത്തെഴുതിയിട്ടില്ല എന്നായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. സംഘടനാ തലത്തിലുള്ള ഒരു വളർച്ച വളരെ ഒരു പെട്ടെന്നുള്ള ഒരു വളർച്ചയാണ്, ഒരു കുത്തനെയുള്ള ഒരു വളർച്ചയുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം പറയുന്ന കേട്ടോ, അച്ചടി ഭാഷയിൽ നുണ പറയാനും ചിന്തയ്ക്ക് അറിയാവുന്നു. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. ഇപ്പൊ ചെഗ്വേരയുടെ മകളും കൊച്ചുമകളും ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. ഇപ്പൊ ചെഗ്വേരയുടെ മകളും കൊച്ചുമകളും ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. ചെഗ്വേരയുടെ മകളും കൊച്ചുമകളും കൊല്ലത്ത് വന്നു. ഞാനായിരുന്നു ഫുൾ ടൈം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് നമ്മുടെ വീട്ടിൽ വന്നു. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഇഡിയറ്റ്.